കേരളത്തിൽ 2026 നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആ ഇലക്ഷൻ വരാൻ പോകുന്നതിന് മുൻപ് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിലെ പുനരധിവാസമാണ്. വയനാട്ടിൽ വലിയ തോതിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതും അവിടെ ഏതാണ്ട് 400ഓളം വരുന്ന വീടുകൾ ഇല്ലാതായി പോയതും അത്രയും തന്നെ വീടുകൾ പുനർനിർമ്മിക്കേണ്ടതുമൊക്കെ ആവശ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഏതെങ്കിലും സഹായമുണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ദൗർഭാഗ്യവശാൽ ഒരു തരത്തിലുള്ള സഹായവും ഉണ്ടായില്ല. ആകെ സഹായമുണ്ടായത് 50 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാം എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു 529 കോടി രൂപയുടെ വായ്പ മാത്രമാണ്. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിന് വളരെ എളുപ്പം തള്ളിക്കളയാൻ കഴിയുമായിരുന്ന അവിടുത്തെ വായ്പകളുണ്ട്. അതിനാകെ കൊടുക്കേണ്ടി വന്നത് 32 കോടിയാണ്. ആ 32 കോടി വായ്പകൾ പ്രത്യേക നിയമം അനുസരിച്ച് വകുപ്പ് 15 അനുസരിച്ചൊക്കെ വേണമെങ്കിൽ ദുരന്ത നിവാരണ വകുപ്പ് അനുസരിച്ചൊക്കെ തന്നെ തള്ളിക്കളയാൻ കഴിയുമായിരുന്നു. പക്ഷേ അതും കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടില്ല. ഈ കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പുനരധിവാസം ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. പിണറായി വിജയൻ അത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. കാരണം കേരള സംസ്ഥാന ഖജനാവിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ CMDRF എന്ന് പറയുന്ന ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിൽ അതിൽ കൃത്യമായിട്ട് 740 കോടി രൂപയുണ്ട്. എന്ന് പറഞ്ഞാൽ മലയാളികളൊക്കെ തന്നെ സംഭാവന ചെയ്തിട്ടുള്ള പണം അതിനകത്തുണ്ട്. അപ്പോൾ ആ പണത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു 100-ൽ താഴെ വീടുകൾ മാത്രമേ പണിയേണ്ടി വരുള്ളൂ. എന്ന് പറഞ്ഞാൽ സിദ്ധരാമയ്യ ഒരു 100 വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 20 കോടി രൂപ അദ്ദേഹം തന്നെ കൊടുക്കും. സിദ്ധരാമയ്യ നമുക്കറിയാം കർണാടക മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതുകൂടാതെ DYFI 100 വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പല യൂത്ത് കോൺഗ്രസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. NSS 50 വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മറ്റു പല മുസ്ലിം ലീഗ് 100 വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 100 പലരും വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വാഗ്ദാനം ചെയ്തതുമൊക്കെ ബന്ധപ്പെട്ട് നിരവധി പണം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും, അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിലിട്ടും. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100-ൽ താഴെ വീടുകൾ മാത്രമേ ഇത് പുനരധിവാസം നടത്തേണ്ടി വരുള്ളൂ. അപ്പോൾ 2026 ഈ പുനരധിവാസം എന്തായി എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും ഇലക്ഷന് മുമ്പായിരിക്കാം ഈ പ്രൊജക്റ്റ് പൂർത്തിയാകേണ്ടി വരിക. അപ്പോൾ അങ്ങനെ പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പിണറായി വിജയന് വലിയ തോതിൽ വീണ്ടും ഒരു രക്ഷകൻ്റെ റോളിലേക്ക് എടുത്തണിയാനുള്ള വലിയ തോതിലുള്ള ഒരു അവസരം കിട്ടും എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ അവസരം കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഓർത്തിരിക്കണം, ഇത്തരത്തിൽ ലോകം മുഴുവൻ കോവിഡിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുമ്പോൾ കേരളത്തെ രക്ഷിക്കുകയും വളരെ കൃത്യമായി കേരളത്തിൽ ഒരാളും പട്ടിണി കിടക്കുന്നില്ല എന്നും ഈവൻ നമുക്കറിയാം കിളികളും അതുപോലെ മൃഗങ്ങൾക്ക് വരെ ഭക്ഷണം കൊടുക്കണമെന്നും അതേപോലെ തന്നെ നമ്മുടെ അതിഥി തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഭക്ഷണം ഉറപ്പുവരുത്തണമെന്നും ഒക്കെ പറയുന്നതിലൂടെ ഒരു രക്ഷകൻ്റെ റോളിലേക്ക് 2021 എത്തിപ്പെട്ടതാണ് പിണറായി വിജയൻ എന്നുള്ളത് നമുക്കറിയാം. അത് അദ്ദേഹത്തിന് വളരെ വലിയ ഗുണം ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. അപ്പം അത്തരത്തിൽ വയനാട്ടിലെ പുനരധിവാസം വലിയ തോതിൽ ഒരു വിഷയമാവുകയും ആ പുനരധിവാസത്തിന് പണിതിട്ടുള്ള അവിടെ വീടുകളും ടൗൺഷിപ്പുകളും ഒക്കെ തന്നെ കേരളം ഇതുവരെ കാണാത്ത രീതിയിലാകുകയും ചെയ്യുമ്പോൾ അത് കൃത്യമായി അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു മാർക്കറ്റിങ്ങിന് വലിയ ഗുണം CPM-ന് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് യഥാർത്ഥത്തിൽ ഇത് അങ്ങനെ ചെയ്യുന്നതിനും തെറ്റൊന്നുമില്ല. കാരണം ഒരു ഗവൺമെൻറ് ആദ്യമായിട്ടായിരിക്കും അത്തരം ഗംഭീരമായിട്ട് ഇത് ചെയ്യാൻ പോകുന്നത്. വളരെ കുറഞ്ഞ പണമേ അതിനുവേണ്ടി മുടക്കേണ്ടതുള്ളൂ. ഇനി ഇതിൽ BJPക്ക് പറ്റിയിട്ടുള്ള വലിയൊരു പാളിച്ച കൂടിയുണ്ട്. അത് യഥാർത്ഥത്തിൽ BJPയുടെ മാത്രമല്ല, നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പറ്റിയിട്ടുള്ളൊരു പാളിച്ച കൂടിയാണ്. ആ പാളിച്ചകൾ കൂടി വലിയ തോതിൽ പ്രചാരണായുധമാക്കാനായിട്ട് CPM-ന് കഴിയും. അതവരെ അവർക്ക് അർഹതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് 2024 വലിയ ദുരന്തങ്ങൾ നടന്നിട്ടുള്ള ഒരു വർഷമാണ്. ആ ദുരന്തങ്ങൾ നടന്നിട്ടുള്ള വർഷത്തിൽ 1554 കോടി രൂപ വിവിധ സംസ്ഥാനങ്ങൾക്കായിട്ട് നൽകി. ആ 1554 കോടി രൂപ വിവിധ സംസ്ഥാനങ്ങൾക്കായിട്ട് നൽകിയപ്പോൾ ആന്ധ്രാപ്രദേശിന് 688 കോടി രൂപ നൽകി. അവിടെ 100-ൽ താഴെ വരുന്ന മരണങ്ങളുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തമാണ് സംഭവിച്ചത്. നമുക്കറിയാം നാഗാലാൻഡിൽ അവിടെ 170 കോടി രൂപ നൽകി. അവിടെ 12 പേരാണ് മരിച്ചിട്ടുള്ളത്. മറ്റത് നമുക്കറിയാം 25 പേരിൽ താഴെ മരിക്കേണ്ടായി ഒഡീഷയിൽ ഈ പറയുന്ന പോലെ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ അതിന് 280.24 കോടി രൂപ നൽകി. തെലങ്കാനയിൽ 231 കോടി രൂപ നൽകി. ത്രിപുരയിൽ 288 കോടി രൂപ നൽകി. അപ്പോൾ ഇങ്ങനെയൊക്കെ കൈയച്ച് സഹായിക്കുകയും നമുക്കറിയാം ബഡ്ജറ്റ് വിഹിതങ്ങളിൽ തന്നെ പലപ്പോഴും ബീഹാറിനും അതുപോലെ ആന്ധ്രാപ്രദേശിനുമൊക്കെ വലിയ തുകകൾ കൊടുക്കുകയും ചെയ്തു. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിന് മുന്നോടിയായി പോലും 10,000-കണക്കിന് കോടി രൂപയുടെ പണം ഈ പറഞ്ഞ സ്റ്റേറ്റുകൾക്ക് കൊടുത്തു. അതിനെയൊക്കെ കാരണം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ BJPക്ക് കൃത്യമായ ഭൂരിപക്ഷമില്ല കേന്ദ്ര ഗവൺമെൻറ്റിൽ. അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിലെ
കക്ഷികളുടെ സഹായത്തോടു കൂടിയും ലല്ലു പ്രസാദ് യാദവിൻ്റെയും ഒക്കെ തന്നെ സഹായത്തോടു കൂടിയാണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഭരിക്കുന്നത് കൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ പ്രത്യേക പാക്കേജ് കൊടുക്കാനായിട്ട് അവർ നിർബന്ധിതരായി. ബീഹാറിലേക്ക് മാത്രം 11,500 കോടി രൂപയാണ് കൊടുത്തത്. ചന്ദ്രബാബു നായിഡുവിൻ്റെ ആവശ്യപ്രകാരം നമുക്കറിയാം ആന്ധ്രയിലേക്ക് വലിയ പാക്കേജ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പാക്കേജുകൾ കൊടുത്തു. പക്ഷേ കേരളത്തിനൊന്നും കൊടുത്തില്ല. 529 കോടി രൂപയുടെ ഒരു വായ്പ മാത്രമാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൊടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ വലിയ തോതിലുള്ള ഒരു പ്രചാരണം നടത്താൻ CPM-ന് വഴിയൊരുക്കും എന്നുള്ളതാണ് വാസ്തവം. കേന്ദ്ര ഗവൺമെൻറ് അനുകൂലിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ കയ്യിൽ പണമുണ്ടല്ലോ, അതുകൊണ്ട് എന്തിനു കൊടുക്കണം, ഇത് 750 കോടി രൂപയുണ്ടല്ലോ, ആദ്യം അത് ചിലവാക്കൂ എന്നൊക്കെ ഉള്ളതാണ്. അതിലൊന്നും ഒരർത്ഥവുമില്ല. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് പോയതാണ്. ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ അദ്ദേഹം സന്ദർശിച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ള സഹായം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് ഏതാണ്ട് 2,221 കോടി രൂപയാണ്. അതിൽ 1 രൂപ പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം BJPക്ക് തിരിച്ചടിയാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൂടി ഓർക്കണം. പ്രത്യേകിച്ചും ഈ പറയുന്ന പുനരധിവാസം കൃത്യമായി LDF നടപ്പിലാക്കി കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ LDF നടപ്പിലാക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഉയർത്തുകയും ഈ അംഗൻവാടികളുടെ വർക്കേഴ്സിൻ്റെയും അതുപോലെ തന്നെ 26,000-ലധികം വരുന്ന നമുക്കറിയാം ആശാ വർക്കേഴ്സിൻ്റെയൊക്കെ പണമൊക്കെ ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഉയർത്തുകയും ചെയ്തുകൊണ്ട് വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനും ഒരു CPM-ന് അനുകൂലവും പിണറായി വിജയന് അനുകൂലവുമായിട്ടുള്ള ഭരണാനുകൂല തരംഗത്തെ ഉത്തേജിപ്പിക്കാനും ഒക്കെ ഇത് കൃത്യമായി സഹായിക്കും എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയായിരിക്കും നമ്മുടെ ഹൈവേകളെല്ലാം തന്നെ 6 ലൈനുകളായി വലിയ തോതിൽ പുരോഗമിക്കാൻ പോകുന്നത്. അത് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കേന്ദ്രം ഒറ്റക്കാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്കറിയാം 25%, അതായത് 6,000 കോടി രൂപയിലധികം കേന്ദ്ര ഗവൺമെൻറ്റിന് സ്ഥലമെടുപ്പിന് വേണ്ടി കേരളവും കൂടി സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റിൻ്റെ ഒരു ഭാഗം കൂടി ഏറ്റെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് CPM-ന് തുടക്കമിടാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ കൂടിയാകുമ്പോൾ, അതായത് നമുക്കറിയാം പിണറായി വിജയൻ്റെ 2 ലേഖനങ്ങളിലൂടെ കൃത്യമായി പറഞ്ഞതുപോലെ മുസ്ലിം മതസമുദായങ്ങൾക്കൊക്കെ തന്നെ രക്ഷയുണ്ടാവണമെങ്കിൽ CPM-നെ പിന്തുണക്കണം, ഒരിക്കലും കോൺഗ്രസിനെ പിന്തുണച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പ്രചരണവും, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിൽ നിന്ന് വലിയ വിള്ളലുണ്ടാക്കാനും അതിൽ ഏതാണ്ട് ഒരു ചെറിയ പെർസെൻറ്റേജുകൾ BJP-യിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ പെർസെൻറ്റേജ് CPM-ലേക്കും കൂടി പോകുമ്പോൾ ബാക്കി മഹാഭൂരിപക്ഷ വോട്ടുകൾ UDF-ന് നഷ്ടപ്പെടുമ്പോൾ UDF-ന് ഇപ്പോഴുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് ഇപ്പോഴുള്ള 21 സീറ്റിൽ നിന്ന് ഏതാണ്ട് 60 സീറ്റുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ ഹെർക്കൂലിയൻ ടാസ്ക് ആവും. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൂടി CPM-ന് പിണറായി വിജയൻ്റെ കയ്യിലേക്ക് ഒരു ആയുധം വെച്ച് കൊടുക്കുകയാണ്. ഒരു സഹായവും ചെയ്യാതിരിക്കുന്നതിലൂടെ ഈ പുനരധിവാസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ്. ഇതിൻ്റെ പിന്നിലും എന്തെങ്കിലും അന്തർധാര ഉണ്ടോ എന്നറിയില്ല. പക്ഷേ കേന്ദ്രം കാണിക്കുന്നത് അങ്ങേയറ്റം മോശമാണ് എന്ന് പറയാതെ വയ്യ. അതാണ് യാഥാർത്ഥ്യം. അത് തീർച്ചയായിട്ടും 2026 തെരഞ്ഞെടുപ്പിൽ CPM-നും പിണറായി വിജയനും അതുപോലെ തന്നെ ഈ പറയുന്ന ഇടതുപക്ഷത്തിനാകെ തന്നെയും വലിയ തോതിൽ എഡ്ജ് ഉണ്ടാക്കിയേക്കാം എന്നാണ് ഞാൻ ഭയക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ ഒറ്റക്ക് നിന്നാണ് ഒരു യുദ്ധം നയിക്കുന്നത്, അത് BJPക്കുമെതിരെ, അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനുമെതിരെ എന്ന് പറയുന്ന ഒരു പ്രതിച്ഛായ കൂടി ഉണ്ടാക്കാൻ ഇത് വളരെ 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 സഹായിക്കും.